ദൈവസ്വരം ധിക്കരിച്ച ആദ്യ മനുഷ്യന്റെ ആദ്യജാതം കായീൻ. സാത്താന്റെ ഉൽപ്പന്നമായ അസൂയയുടെ ആദ്യാവകാശം. അവന്റെ പിന്തുടർച്ചക്കാരായ ആധുനിക കായന്മാർ ഇന്നും അടങ്ങാത്ത പ്രതികാരദാഹവുമായി കൊലവിളി മുഴക്കി രക്തമുദ്ര ചാർത്താൻ ഈ ഭൂമി മണ്ണിൽ നിഷ്കളങ്ക രക്തത്യാഗം സൃഷ്ടിക്കും. ദൈവത്തിന്റെ 5-ാം പ്രമാണം നിർഭയം ലംഘിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ആബേലിനെ പോലെ ഹൃദയ വിശുദ്ധിയുള്ളവരാകാൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ തുടങ്ങുന്നു രക്തമുദ്ര. മരണത്തിന്റെ താഴ്വരയിലേക്ക് വലിച്ചെറിയാൻ മാത്രം ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? അവേ, നിന്റെ വിലാപം നിന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. കായൽ നശിപ്പിച്ച നിന്റെ ജീവൻ ഞാൻ സ്വീകരിച്ചു. അവൻ പുതുജീവൻ ഞാൻ നിനക്ക് നൽകും. ശരീരത്തെ കൊല്ലുന്നവന് നീ ഭയപ്പെടേണ്ട, എന്നാൽ ആത്മാവിനെ കൊല്ലുന്നവന് നീ ഭയപ്പെടുക. ദൈവമേ, എന്റെ ആത്മകൃത്യങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്നിനെ ഞാൻ നിനക്കിതാ ബലി തരുന്നു. ഈ ബലിവസ്തുവിനെ അങ്ങ് സ്നേഹത്തോടെ സ്വീകരിച്ചാൽ നീ എന്താണ് ഈ ചെയ്യുന്നത്? എന്തിനാണ് ഈ നല്ല മൃഗത്തെ ബലിവസ്തുവായി വെച്ചിരിക്കുന്നത്? അല്പസമയം കഴിഞ്ഞാൽ ഈ ബലിവസ്തു അഗ്നിക്കിരയാണ്. സഹോദര, ദൈവത്തിന് ശ്രേഷ്ഠമായത് നൽകുക. ഞാൻ നിന്നെ പോലെ വിഡ്ഢിയല്ല. അധ്വാനത്തിന്റെ വില എന്താണെന്ന് എനിക്കറിയാം. നിന്റെ ബലിയിലും കാഴ്ചയിലും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പണിയെടുത്ത് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകനോട് ദൈവത്തിന് പോലും പുച്ഛം. ഈ കൃഷിഭൂമിയല്ല അധ്വാനിക്കുന്നവന്റെ വിയർപ്പ് വീഴാതെ മുൾച്ചെടികളെ കൊണ്ട് നിറയട്ടെ. കായീൻ, നിന്റെ മുഖമെന്തേ വാടിയിരിക്കും? നീ ആരോടാണ് ക്ഷോഭിക്കുന്നത്? ഉചിതമായത് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നീയും സ്വീകരിക്കട്ടെ. പാപം വാതിൽക്കൽ തന്നെ പതുങ്ങിയിരിക്കുന്നുവെന്ന് നീ ഓർക്കുക. ദൈവം നമുക്ക് 2 മക്കളെ തന്നു. ആബേൽ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്നു. എന്നാൽ കായീൻ ചെറുപ്പത്തിലെ പിടിവാശിക്കാരനായിരുന്നു. അവന്റെ കാര്യം ഓർക്കും നെഞ്ചിനുള്ളിൽ തീയണം. ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ? ദൈവം ബലിപീഠത്തിൽ വേർതിരിവ് കാണിച്ചു. നീയാണ് ദൈവത്തോട് വേർതിരിവ് കാണിച്ചത്. നല്ലത് സമർപ്പിച്ചെങ്കിൽ നിന്റെ ബലിയും ദൈവം സ്വീകരിച്ചേ. മോനെ, കണ്ണുനീരിന് വില കൊടുക്കുന്നവരാ ദൈവം. ചെയ്ത തെറ്റിനെ നീ ദൈവത്തോട് മാപ്പപേക്ഷിക്കും, അവിടുന്ന് നിന്നെ സ്വീകരിക്കും. നിന്റെ സഹോദരന്റെ ദൈവം സ്വീകരിച്ചതല്ലേ? ഇല്ലെങ്കിലും ഇളയ മകനോടാ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം. ദൈവം മാപ്പ് നൽകുന്നെങ്കിൽ എന്തുകൊണ്ട് പലദിവസമായി നിങ്ങൾക്ക് മാപ്പ് നൽകിയില്ല? പലദിവസ നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോ നിങ്ങൾ ഈ കാര്യങ്ങൾ ഉപദേശിക്കാൻ വരുന്നു. വഴിപിഴച്ച സന്തതി, നീ മാതാപിതാക്കളെ കളിയാക്കുന്നു. നിർത്ത്. ദൈവം പോലും ഉപേക്ഷിച്ചെനിക്ക് ഇനിയൊന്നും നോക്കാനില്ല. നീ എന്തിനുള്ള പുറപ്പാടാണ്? ദൈവമേ, ഇവനും എന്റെ വയറ്റിൽ വരുന്നതാണല്ലോ. പറുദീസായുടെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചു ദൈവത്തിന്റെ സ്നേഹം തിരിച്ചത് നമുക്കറിയില്ല. നാം ദൈവത്തെ ധിക്കരിച്ചതുപോലെ നമ്മുടെ മകനും ഇപ്പോ അമ്മ ധിക്കരിക്കുന്നു. എല്ലാത്തിനും കാരണം നീ ഞാനാ. ആദ്യം പാപ്പുകളെ നീ എന്നെ നിന്നാണല്ലോ. എന്റെ ദൈവമേ,
യുദ്ധത്തിൽ നീ നീ വഴിവെളുത്ത സന്താനമായി അടിയിലിരിക്കെതിരെ നീ പ്രതികരിക്കണം. വയലിൽ പണിയെടുക്കുന്നവന്റെ വീരം നിന്റെ ദൈവം പോലും കണ്ടില്ല. ദൈവത്തിനും നിന്റെ മാതാപിതാക്കൾക്കും ആവേശം മാത്രം മതി. ഇനി ഇനി നിന്റെ സഹോദരൻ ജീവിച്ചിരിക്കാൻ പാടില്ല. കായേൻ, ആബേൽ മരിക്കണം. കായൻ, എന്താ? ദൈവം നിന്റെ ബലി മാത്രം സ്വീകരിച്ചു. നമ്മുടെ മാതാപിതാക്കൾക്കും നിന്നെ മാത്രം മതി. ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണ് നീ അർപ്പിച്ചതെങ്കിൽ നിന്റെ ബലിയും ദൈവം സ്വീകരിച്ചാൽ ദൈവം സ്വീകരിച്ചത് എന്നെയാണെങ്കിലും എന്നിലൂടെ ആ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലും കിട്ടും. രണ്ടു ബലി അർപ്പിച്ചതുകൊണ്ട് ദൈവത്തിന് ഒന്ന് സ്വീകരിക്കേണ്ടി വന്നു. ഇനി ഒരു ബലിയുണ്ട്. കായൻ, നീ പറഞ്ഞു വരുന്നത് ഞാൻ ഇനി ബലി അർപ്പിക്കരുതെന്നാണ്? അല്ല, ഇനി ബലി അർപ്പിക്കുവാൻ നീ ജീവിച്ചിരിക്കില്ല എന്നാണ്. എനിക്ക് ജീവിക്കണമെങ്കിൽ നീ മരിക്കണം. നിന്റെ സഹോദരന്റെ രക്തം എനിക്കെതിരെ സാക്ഷ്യം നൽകും. കായൻ, നിനക്ക് മാപ്പില്ല. നീ ഭൂമിയിൽ ഒരു ശാപമായി മാറിയിരിക്കും. കായേൻ, ദൈവമേ, എന്നെ രക്ഷിക്കണേ. കാണുന്നവരെല്ലാം എന്നെ കല്ലെറിയുകയാണ്. ഇവർ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഈ പാവിയുടെ ജീവൻ തിരിച്ചെടുക്കണേ. കായേൻ, ഇനി നിന്നെ ആരും ഉപദ്രവിക്കില്ല. ജീവൻ നൽകുവാനും തിരിച്ചെടുക്കുവാനുമുള്ള അധികാരം എന്റേത് മാത്രമാണ്. പാപിയുടെ ജീവനെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ എന്റെ രക്ഷയുടെ മുദ്ര ഞാൻ നിന്റെ നെറ്റിയിൽ പതിപ്പിക്കുന്നു. ഉണരൂ സോദരരേ, ജീവന സേവകരാകാം. ഉണരൂ സോദരരേ, ജീവിത സാക്ഷ്യമിതേകാം. കാൽവരി മലയിൽ രക്തം ചിന്തിയ രക്ഷകനരുന്നു. ഉയരൂ ഉയരൂ സോദരരെ, ഉയരൂ ഉയരൂ സോദരരെ. ഉണരൂ ഉണരൂ പ്രേക്ഷിതരെ, ഉണരൂ ഉണരൂ പ്രേക്ഷിതരെ. രക്തത്തിൻ തിരുമുദ്ര പതിഞ്ഞവരണിയണിയായി വരവായി, അണിയണിയായി വരവായി. രക്തത്തിൻ തിരുമുദ്ര പതിഞ്ഞവരണിയണിയായി വരവായി, അണിയണിയായി വരവായി.